സ്തോത്രം. ഹാലലൂയ. നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ, നമ്മൾ എത്ര അധികം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ അറിയുന്നോ അത്രയധികം ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിച്ച് നമ്മള് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബോധ്യമുള്ളിടത്തോളം നമ്മൾക്ക് ജയാളിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. ഇന്ന് ഭൂമിയിൽ ജയകരമായിട്ട് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ കൂടെ മാത്രമേ ഈ ഭൂമിയിൽ ജയകരമായി വസിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ലേഖനം അതിന്റെ 3-ാം അധ്യായം, ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ കൊറിന്ത്യൻസ്, അതിന്റെ ചാപ്റ്റർ 3 വേഴ്സ് നമ്പേഴ്സ് 16 and 17. 1 കൊരിന്ത്യരുടെ ലേഖനം 3-ന്റെ 16-17 വാക്യങ്ങള്. വാക്യം ഇങ്ങനെ പറയുന്നു: Don't you realize that all of you together are the temple of, and that the Spirit of God lives in you? God will destroy anyone who destroys this temple. For God's temple is holy and you are that temple. സ്തോത്രം. ഒന്ന് വായിച്ചു കേൾക്കാം നമുക്ക് മലയാളത്തില്. 1 കൊരിന്ത്യർ 3-16-17. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നോ. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, ആ മന്ദിരം നിങ്ങൾ തന്നെ. ആമേൻ. സ്തോത്രം. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ചേരുന്നവര് ദൈവത്തിന്റെ മന്ദിരമാ. ഹാലലൂയ. എന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ട് ഇല്ല എന്നൊക്കെ ഡൗട്ട് ഉണ്ടോ? കർത്താവിലാണോ ആശ്രയിക്കുന്നത്? യേശുവിലാണോ ആശ്രയം വെച്ചിരിക്കുന്നത്? ദൈവവചനം കേൾക്കുന്നുണ്ടോ? ദൈവവചന പ്രകാരം ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? സ്തോത്രം. ഹാലലൂയ. കർത്താവായിട്ടും ഹാലലൂയ. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു പോകുന്ന വ്യക്തിയല്ല, ഹീസ് എ പേഴ്സൺ. ഹാലലൂയ. പരിശുദ്ധാത്മാവിന്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നമ്മളെ എത്ര ഹോലി ആയിട്ട്, എത്ര വിശുദ്ധമായിട്ട് നമ്മൾ ജീവിക്കാൻ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നോ അത്രയധികം പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അറിയണോ? നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രയധികം അവെയർ ആയിരിക്കണം, ബോധമുള്ളവരായിരിക്കണം. നമ്മാവിന്റെ പ്രവർത്തനവും നമ്മുടെ ജീവിതത്തില് അധികം വെളിപ്പെടാനും പറ്റത്തില്ല. നാം എത്രയധികം അവെയർ ആയിരിക്കുന്നു, എത്രയധികം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ അറിവും ബോധവും ഉള്ളവരായിരിക്കുന്നു, അത്രയധികം ഈ നല്ല കൂട്ടുകാരനായ ദൈവത്തിന്റെ മഹാശക്തിക്ക് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പം വചനം പറയുന്ന സത്യം ഇതാണ്: പരിശുദ്ധാത്മാവ് നമ്മളുടെ ഓരോരുത്തരുടെയും അകത്ത് വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരം ആയതുകൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് കൺഫെസ് ചെയ്തേ, ഐ ആം എ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാ. ഹല്ലേലൂയ. ഒന്ന് കൺഫെസ് ചെയ്തേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാ. ഒരു ടെമ്പിൾ ആണെന്നാ പറഞ്ഞേ അല്ലെ? അപ്പൊ ഈ മന്ദിരം, ഒരു ടെമ്പിൾ പണിയണമെങ്കിൽ വെറുതെ നിസ്സാരമായിട്ട് ഓടിച്ചെന്നിട്ട് കോൺട്രാക്ടേഴ്സ് അങ്ങ് അല്ല. എനിക്ക് തോന്നുന്നു ഒരു ദേവാലയം പണിയണമെങ്കിൽ അതിന് ഉള്ള വിശുദ്ധമായ ആൾക്കാരെയൊക്കെ ഒരു കോൺട്രാക്ടർ ഒരു ദേവാലയം പണിയുവാണെങ്കിൽ ആ കോൺട്രാക്ടർ ഒക്കെ ഒരുപക്ഷെ ഉപവാസമൊക്കെ നോക്കി, കോൺട്രാക്ടർ ഹയർ ചെയ്യുന്ന ജോലിക്കാരൊക്കെ അതേപോലെ ഒന്നും പറയുമായിരിക്കും, ദേ നിങ്ങൾ പണിയുന്നതൊക്കെ നിങ്ങൾ മര്യാദയ്ക്ക് നോക്കിക്കണ്ടൊക്കെ വേണം പണിയുന്നത് കേട്ടോ. നിങ്ങൾ വെറും സാധാരണ ഒരു വീടൊന്നും അല്ല നിങ്ങൾ പണിയുന്നത്, ദൈവം വസിക്കുന്ന ആലയമാണ് നിങ്ങൾ പണിയുന്നത് എന്നൊക്കെ പറഞ്ഞായിരിക്കും അവരെ കൊണ്ട് പണിയിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ നാട്ടുംപുറത്തിരിക്കും അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ നാട്ടുംപുറത്തൊക്കെ ആൾക്കാർ പറയത്തില്ലേ അല്ലെങ്കിൽ വിവരം അറിയുമെന്ന്, അതേപോലെ അല്ലെ? അപ്പൊ എന്താ വെച്ചാൽ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്.
അങ്ങനെയെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് എത്ര ഭംഗിയായിട്ടാ പണിതിരിക്കുന്നേ, എത്ര മെനക്കെട്ടാ നമ്മളെ പണിതിരിക്കുന്നേ. ദൈവം വസിക്കേണ്ട മന്ദിരത്തിനെ പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മളെ ദിനംതോറും വൃത്തിയാക്കി, ഹല്ലേലൂയ, കൊള്ളുന്നവരാക്കി, ദൈവത്തിന് വസിക്കാൻ പരുവമാക്കിയ നമ്മളെ ഓരോരുത്തരെയും ആക്കി വെക്കുന്നത്. അതാ നമ്മള് ഗോസ്പൽസിനകത്ത്, നമ്മുടെ സുവിശേഷ ഭാഗങ്ങൾക്കകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഒരുവന്റെ അവൻ വചനം കേട്ടിട്ട് അവൻ എന്തുവായി? അവൻ അടിച്ചു വാരി തൂത്തുവാരിയതുപോലെയായി അവന്റെ അകം, അല്ലെ? അപ്പൊ അവനിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ഭൂതം എന്ത് ചെയ്തു? അത് പോയിട്ട് തിരിച്ചു വന്നപ്പോ നോക്കുമ്പം അടിച്ചു വാരി വൃത്തിയായി കിടക്കുക, ഒന്നുമില്ല അതിനകത്ത്. അടിച്ചുവാരി വൃത്തിയായി, വചനം പോലും. ഈ ഭൂതം എന്ത് ചെയ്തു? ആരുമില്ലാതെ നിന്നത് കാരണം എന്ത് ചെയ്തു? പോയി കുറെ ഏഴെണ്ണത്തിനെ കൂടെ, അതിനേക്കാളിലും ശക്തിയുള്ള, അതിനെക്കാട്ടിലും ശക്തിയേറിയ ഏഴെണ്ണത്തിനെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്ത് വാസം ഉറപ്പിച്ചു. അപ്പൊ നമ്മളെ പരിശുദ്ധാത്മാവ് ദിനം തോറും നമ്മളെ കഴുകി വൃത്തിയാക്കുക. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് വൃത്തിയാക്കുക. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ വളരണമെങ്കിൽ ദൈവവചനം നമ്മളിൽ നിറഞ്ഞോണ്ടേയിരിക്കണം. ആത്മശക്തി നമ്മളിൽ നിറഞ്ഞോണ്ടേയിരിക്കണം. എവിടൊക്കെ നമുക്ക് ആത്മശക്തി നിറയാൻ അവസരം കിട്ടുന്നോ അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ നിറയണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയുമ്പോഴാണ് സൈൻസ്, വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾസ് നടക്കുന്നത്. പുതിയ നിയമത്തിനകത്ത് നമ്മൾ നോക്കിക്കുക, അപ്പം 3 കാലഘട്ടമുണ്ട് നമ്മുടെ ബൈബിളിനകത്ത്, അല്ലെ? പഴയ നിയമമുണ്ട്, അവിടെ പിതാവായ ദൈവത്തിന്റെ സകല പ്രവൃത്തികളും നമ്മൾ കാണുന്നു. മലാഖി വരെ പഴയ നിയമത്തിന്റെ സകല പ്രവൃത്തികളും നമ്മൾ കാണുന്നു. മലാഖി വരെ പഴയ നിയമമാ. പിതാവായ ദൈവം വാണ് നമ്മൾ കാണുന്ന സമയങ്ങളാത്. പുതിയ നിയമത്തിൽ വന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം തൊട്ട് യോഹന്നാന്റെ സുവിശേഷം വരെ നമ്മൾ യേശുവിനെ കാണുക, യേശുവിന്റെ സംസാരങ്ങളും. അപ്പം പരിശുദ്ധാത്മാവുമായ ചേരുന്ന ഒരേ ഒരു ദൈവമാ, പക്ഷെ 3 ഭാഗം അല്ലെങ്കിൽ 3 ഫോംസ് ഉള്ള ഡിറ്റിയാ നമ്മൾ സേവിക്കുന്നത്. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട്, ഞാനെന്ന വ്യക്തി, ഞാനൊരു അമ്മയാണ്, ഞാനൊരു മകളാണ്, ഞാനൊരു ഭാര്യയാണ്. ഞാനെന്നൊരു വ്യക്തി എങ്ങും കുറഞ്ഞു പോകുന്നില്ല, പക്ഷെ എൻ്റെ 3 റോൾസ് ആണ്. എങ്ങും കുറഞ്ഞു പോകുന്നില്ല, പക്ഷെ എൻ്റെ 3 റോൾസ് ആണ്. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഈ 3 വശത്തുനിന്നും ചിന്തിച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതേപോലെ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മൾ കാണുന്നു. പഴയ നിയമത്തിനകത്ത് മൊത്തം പിതാവായ ദൈവത്തിന്റെ റെയിൻ ആണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നു ഗോസ്പൽസിനകത്തെല്ലാം യേശു വാഴുന്ന ഭാഗങ്ങൾ നമ്മൾ കാണുക. യേശുവിന്റെ സംസാരങ്ങളും യേശുവിന്റെ കൊടുക്കൽ വാങ്ങലും എല്ലാം. പക്ഷെ അപ്പസ്തല പ്രവൃത്തി തൊട്ട് ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് വാഴുന്ന, ഇന്നും ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭ്യമാണ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ. തിരുവചനം പറയുക, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാ, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇന്ന് രാവിലെ ഞാൻ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ട്, നാളെ രാവിലെ ഇനിയും വന്ന് നിറയും, അങ്ങനത്തെ പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് ഒരുവന്റെ അകത്ത് വാസത്തിന് കയറിയാൽ വാസം ഉറപ്പിച്ച്, ഹല്ലേലൂയ, ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് ആത്മീയ വർധനവിനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ ഉത്തരവാദിത്തമുള്ളവന്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, ഞാനിപ്പം പോകുന്നത് നല്ലത്, ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ഞാനൊരു കാര്യസ്ഥനെ അയക്കും. കാര്യസ്ഥന്മാരിട്ടേച്ചു പോകുന്നവരല്ല, കാര്യസ്ഥന്മാര് അവര് കെയർ ടേക്കേഴ്സ്. അവരെന്ത് ചെയ്യും? ആ ഏൽപ്പിച്ചിരിക്കുന്ന ഭവനത്തിനെ ആര് കണ്ടാലും ആണ്ടില്ലേലും ആര് വന്നാലും ഇല്ലേലും ആ ഭവനത്തിനെ സൂക്ഷിച്ച് വൃത്തിയാക്കി കാവല് നിന്ന് ആ ഭവനത്തിനെ ഭംഗിയാക്കി സൂക്ഷിക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. പരിശുദ്ധാത്മാവ് അതേ ഉത്തരവാദിത്തമാണ് നമ്മളുടെ അകത്തിരുന്നിട്ട് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് വെറും ഒരു കാറ്റോ ഒരു കുളിരോ ഒരു അന്യഭാഷയോ അല്ല. മാത്രമല്ല
മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഹീസ് ദ പവർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാ അത്ഭുത ശക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ നമ്മൾ തിരിച്ചറിയും തോറും ഹല്ലേലൂയ നമുക്ക് ഈ ദൈവശക്തി നമ്മുടെ ജീവിതത്തിനകത്ത് റിലീസ് ആക്കാൻ സാധിക്കും. ദൈവത്തിന്റെ മഹാ അത്ഭുതിക്കും. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ പറഞ്ഞല്ല, വചനം എഴുതി വെച്ചിരിക്കുന്നു, ഇത് സത്യമാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 17-ാം വാക്യം പറയുന്നു, ആരെങ്കിലും ഈ മന്ദിരത്തിനെ നശിപ്പിക്കുവാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം അവരെയും നശിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമുള്ളതാണ്. ഇന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ മന്ദിരം. ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞേ, ദൈവം എന്നിൽ വസിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. വിളിച്ചു പറഞ്ഞേ, ഈ മന്ദിരം വിശുദ്ധമുള്ളത്. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും അശുദ്ധിയെ കുറിച്ചൊക്കെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അയ്യോ എന്റെ ആ സ്വഭാവം എന്നിൽ നിന്ന് മാറുന്നില്ലല്ലോ എന്നൊക്കെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ തീർച്ചയായിട്ടും പറയട്ടെ, പരിശുദ്ധാത്മാവ് അകത്തിരുന്ന് നിങ്ങൾക്ക് പ്രേരണ തരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അകത്ത് ആഗ്രഹം വരുന്നത്. എനിക്കൊരു നല്ല വ്യക്തിയാകണം, എനിക്ക് ഈ സ്വഭാവം വിട്ടുകളയണം, എന്റെ ദേഷ്യ സ്വഭാവം, എന്റെ കള്ളം പറയുന്ന സ്വഭാവം, എനിക്ക് അതിൽ നിന്നൊന്ന് വിടുതലുണ്ടാവണം. പരിശുദ്ധാത്മാവ് മന്ദിരമായ നിങ്ങളെ കഴുകി വൃത്തിയാക്കുന്നതിന്റെ അടയാളമാത് എനിക്ക് നല്ലതാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. സ്തോത്രത്തിന്റെ വിശുദ്ധ മന്ദിരമാ. ഐ ആം ഹോലി. ഹല്ലേലൂയ. 1 കൊരിന്ത്യരുടെ ലേഖനം 6:19-20. 1 Corinthians chapter 6 verse number 19 and 20. വചനം ഇങ്ങനെ പറയുന്നു, don't you realize that your body is the temple of the Holy Spirit who lives in you and was given to you by God. You do not belong to yourself, for God bought you with a high price, so you must honor God with your body. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം കർത്താവിന് മഹത്വം കണ്ട് ഇവിടെ വചനം പറയുന്നേ, നാം നമുക്കുള്ളവരല്ല. പിന്നെ നാം ആർക്കുള്ളവരാ? കർത്താവിനുള്ളവരാ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ തലമുടി നാര് പോലും നമുക്കുള്ളതല്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തെ ചെയ്യാൻ അവകാശമില്ല. ശരീരത്തിനെ നോക്കി അയ്യോ ഈ ശരീരം ആരോഗ്യമൊന്നുമില്ല, ക്ഷീണിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാൻ അവകാശമില്ല. സ്തോത്രം. ദൈവം വസിക്കുന്ന മന്ദിരമായതുകൊണ്ട് ഹല്ലേലൂയ, നമ്മളും അതിന്റെ സ്റ്റാൻഡേർഡിൽ വേണം നമ്മുടെ ശരീരത്തിനെ കാണുവാൻ. നമ്മൾ രാജാവ് വസിക്കുന്ന രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ ചെന്നാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുവോ, ഓ ഈ രാജകൊട്ടാരം എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുവോ, ഓ ഈ രാജകൊട്ടാരം എന്ത് വൃത്തികേട്, അശോ കണ്ടില്ലേ, നമ്മൾ പറയുവോ? പറയത്തില്ല. അത് അങ്ങനെ ആ സ്റ്റാൻഡേർഡിൽ അത് പണിത് വെച്ചിരിക്കുന്നേ. അത് അത്ര ഭംഗിയായിട്ടാ പണിത് വെച്ചിരിക്കുന്നേ. അതിനെ ശുശ്രൂഷിക്കുവാൻ, ആ രാജകൊട്ടാരത്തിനെ ഭംഗിയായിട്ട് സൂക്ഷിക്കാനായിട്ട് എത്ര വേലക്കാരിയാ രാജാവ് ഹയർ ചെയ്തിരിക്കുന്നേ അല്ലേ? അങ്ങനെ നോക്കിയാൽ നമ്മുടെ ശരീരങ്ങളെയൊക്കെ സൂക്ഷിക്കുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ശരീരത്തിന് ചുറ്റിനും നമ്മൾക്ക് ഒരു പോറല് പോലും പറ്റാതെ, കാല് കല്ലിൽ തട്ടി വീഴാതെ വണ്ണം സൂക്ഷിക്കുവാനായിട്ട് നമ്മുടെ ചുറ്റിനും ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാ. നമുക്ക് നമ്മുടെ കണക്കും മുഖവും ശരീരവും ഒക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ ദൈവം അവകാശം തന്നിട്ടില്ല. ഇതെന്തുവാണ്, പ്രായമായിക്കൊണ്ടിരിക്കുക, അയ്യോ ഈ ചുക്കും ചുളുക്കും ഒക്കെ എപ്പം മാറുവോ എന്തോ, ഒരു ഭംഗിയില്ല, കണ്ടോ അവരെ കണ്ടോ, അവര് ജിമ്മിനൊക്കെ പോയി നല്ല ഭംഗിയായിട്ടിരിക്കുന്ന, എന്നെ കണ്ടോ എന്റെ അവസ്ഥ, പറയാൻ അവകാശമില്ല. നടുവേലൊക്കെ പിടിച്ചിട്ട് ഇത് ക്ഷീണിച്ച് നെഞ്ചത്ത് കൈവച്ചിട്ട് 2 ചുമ ചുമയ്ക്കുമ്പോഴത്തേക്ക് അയ്യോ ഇതും കൊണ്ട് പോവെന്നാ തോന്നുന്നേ എന്ന് പറയാൻ അവകാശമില്ല. ഹല്ലേലൂയ. കർത്താവ് വസിക്കുന്ന മന്ദിരമാണ്. ഹല്ലേലൂയ. ഈ മന്ദിരം ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കുവാൻ നമുക്ക് അവകാശം, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. തിരുവചനം പറയുന്നു നാം നമുക്കുള്ളവരല്ല. പക്ഷെ നാം ക്രിസ്തുവിനുള്ളവരാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യാൻ
ചെയ്യുന്നതും കർത്താവിന് ഉത്തരവാദിത്വം കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. കർത്തൃത്വം കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടമല്ലാതെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്നും നമുക്ക് ചെയ്യുവാനായിട്ട് നമുക്ക് അവകാശമില്ല. വചനം പറയുന്നു നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ ഈ അടിമക്കച്ചവടത്തിനകത്ത് ഞാനിങ്ങനെ ടിവിയിൽ ഞാൻ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ കാലത്തെ അടിമക്കച്ചവടം എങ്ങനെയായിരുന്നു? അടിമകളെ കൊണ്ടുവന്നിട്ട് ഓപ്ഷൻ ചെയ്യും, അവരെ വില പേശും, അവരെ ലേലം വിളിച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും ആരോഗ്യമുള്ളതും ഒക്കെ ആയിട്ടുള്ള ഈ അടിമയെ നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. യജമാനന്മാർക്ക് ഭയങ്കര പ്രിയപ്പെട്ടവര്. അപ്പൊ അവരെ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ചില യജമാനന്മാർക്ക് അവരെ കാണുമ്പോൾ ഇഷ്ടമാകും. എന്നിട്ട് അവരെ എത്ര വില വേണേലും കൊടുത്ത് അവരെ ലേലം വെച്ച് മേടിക്കും. ഒരാൾ വില കൂട്ടുമ്പം അടുത്തയാൾ അതിലും വില കൂട്ടി ആ ആളിനെ അങ്ങ് ഇഷ്ടപ്പെടുമ്പോൾ അങ്ങ് മേടിക്കും. എനിക്ക് തോന്നുന്നു ജോസഫിനെയൊക്കെ ഫെറവോൻ അങ്ങനെയായിരിക്കും മേടിച്ചത്. കണ്ടാൽ സുന്ദരനും യൗവനക്കാരനും ആരോഗ്യമുള്ള ഒരു ഹെബ്രായൻ ആയതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും അവനെ മേടിച്ചത്, അല്ലെ? നമുക്കറിയില്ല. പക്ഷെ തിരുവചനം ഇവിടെ പറയുന്നു നമ്മളെ ഓരോരുത്തരെയും ഹല്ലേലൂയ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, ശരീരങ്ങൾ ക്ഷയിച്ചു പോകേണ്ടടുത്തുനിന്ന്, മനസ്സും ആത്മാവും ഒക്കെ തകർന്നു പോകേണ്ടടുത്തുനിന്ന്, നമ്മളൊക്കെ ശൂന്യമായി പോകേണ്ടടുത്തുനിന്ന് എൻ്റെ ദൈവം തൻ്റെ പുത്രനും ഹല്ലേലൂയ വില കൊടുത്ത് ആ ലേലം ചെയ്തപ്പം ആ അടിമക്കച്ചവടത്തിനകത്തുനിന്ന് നമ്മളെ ഓരോരുത്തരെയും ഇത്രയും വലിയ വില കൊടുത്ത നമ്മളെ മേടിച്ചിട്ട് ഹല്ലേലൂയ മേടിച്ചു എന്ന്. അപ്പം പഴയ നിയമത്തിനകത്തൊക്കെ അടിമയെ മേടിച്ചു കഴിഞ്ഞാൽ അടിമയുടെ കാത് അതിനെ അടിക്കും. എന്തിനാ? ഈ കാതും കട്ടളയും കൂടെ അടിക്കുമ്പം കാത് നോക്കുമ്പം ഓട്ടയുണ്ട്. ഈ കാതേൽ വന്ന ഓട്ട കട്ടളയിലുണ്ട്, വീടിന്റെ കട്ടളപ്പടിയിൽ ഫ്രെയിം വർക്കിലുണ്ട്. ഇത് വരുമ്പം ഈ വീടിനകത്ത് കയറി ഇറങ്ങുമ്പം യജമാനൻ നോക്കുമ്പോ യജമാനൻ ഒരു ഉറപ്പുണ്ട്, എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു അടിമയുണ്ട്. ഈ അടിമയ്ക്ക് ഇത് കാണുമ്പോ അടിമയ്ക്ക് ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ യജമാനനോട് ചേർന്നായിരിക്കുന്നേ. കണ്ടോ മുദ്ര? പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വചനം പറയുന്നു നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിട്ട് ഹല്ലേലൂയ പിതാവായ ദൈവം എന്ത് ചെയ്തു? പുത്രന്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മളുടെ മേല് മുദ്രയായ പരിശുദ്ധാത്മാവിനെ ഇട്ടു തന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ മേൽ അടയാളമായി ഇട്ടു തന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാര് നോക്കുമ്പം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും കോടാനുകോടി ജനങ്ങൾ ലോകിക്കുമ്പം ഞാൻ വിളിക്കുമ്പം എങ്ങനെ എൻ്റെ അരികത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു എന്ന്? ഹല്ലേലൂയ. ദൂതന്മാര് നോക്കുമ്പം അവര് കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ മുദ്ര വീണ ഒരു കൂട്ടം. ഹല്ലേലൂയ. നമ്മളുടെ മേൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ അടയാളമാ. ഹല്ലേലൂയ. കർത്താവ് രണ്ടാമത് വരുമ്പോ ആണ് നമ്മൾ എടുക്കപ്പെടുന്നത്. സ്തോത്രം. നമ്മളെ തിരിച്ചറിയുന്ന ഒരു കാര്യമാ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ മുദ്ര വീണിരിക്കുക. അപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? വലിയ വില കൊടുത്ത് യേശു കർത്താവിന്റെ രക്തം കൊടുത്ത് പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര വീണു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഹല്ലേലൂയ നമ്മൾ ആരും നമുക്കുള്ളവരല്ല, ക്രിസ്തുവിനുള്ളവരാ. സ്തോത്രം. പരിശുദ്ധാത്മാവ് അകത്തിരുന്നിട്ട് നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിനുള്ളവരാക്കി, ക്രിസ്തുവിന് കൊള്ളാവുന്നവരാക്കി, ഒരു സൈന്യമാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കണ്ടോ പരിശുദ്ധാത്മാവ് ചെയ്യുന്നേ? ഹല്ലേലൂയ. നമ്മളുടെ മേൽ മുദ്രയായിട്ട് വന്ന് കിടക്കുക. സ്തോത്രം. 2 കൊരിന്ത്യരുടെ ലേഖനം 6:16. സ്തോത്രം. 2 കൊരിന്ത്യർ 6:16 ഹല്ലേലൂയ. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ദൈവം പറയുക, and what union can there be between God's temple and idols?
For we are the temple of the living God. As God said, I will live in them and walk among them. I will be their God and they will be my people. എന്ന് വായിച്ചേ. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും ആമേൻ. എന്ന് സ്തോത്രം. ദൈവം അരുളി ചെയ്തു. ഹല്ലേലൂയ. ഇത് ആരുടെയോ ബുദ്ധിയിൽ തോന്നിയിട്ട് പറഞ്ഞതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർ സഭയ്ക്ക് സഭയോട് പറയുന്ന ഒരു കാര്യം. ഇത് പഴയ നിയമത്തിനകത്തുനിന്ന് ലേവായരുടെ പുസ്തകത്തിൽ നിന്നും യെറമിയയുടെ പുസ്തകത്തിൽ നിന്നും എസക്കിയലിന്റെ പുസ്തകത്തിനകത്തും ഒക്കെ കിടക്കുന്ന വാക്കുകളാ. എന്താ വചനം പറയുന്നത്? ദൈവം പറയുക, മനുഷ്യര് പറഞ്ഞെന്നല്ല. വചനം എഴുതിയ ആസ് ഗോഡ് സെഡ്, ദൈവം പറഞ്ഞതുപോലെ. അപ്പം ദൈവത്തിന്റെ വായിൽ നിന്ന് ദൈവം പറയുക, ഞാൻ അവരിൽ വസിക്കും. കണ്ടോ? ഐ വിൽ ലിവ് ഇൻ ദം. ഞാൻ അവരിൽ വസിക്കും. ആ വാസത്തിന്റെ ഉറപ്പാണ് പരിശുദ്ധയാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധയാത്മാവ് നമ്മളുടെ അകം ഉറപ്പിച്ചു എന്ന് ബോധ്യമുണ്ടാവണം. ഇന്ന് വിളിച്ചു പറയണം, എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. പരിശുദ്ധയാത്മാവില്ലാതെ ആർക്കും യേശു ദൈവമാണെന്ന് വാ തുറന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശു ദൈവമാണെന്ന് പറയണോ? നമ്മളോടത് ഉറപ്പായിട്ട് പറയുന്നു. പരിശുദ്ധയാത്മാവ് നമ്മളിൽ വാസം ഉറപ്പിച്ചിട്ട് എങ്ങനെയാ പരിശുദ്ധയാത്മാവ് നമ്മളിൽ വസിക്കുന്നതെന്നറിയോ? തീത്തോസിന്റെ ലേഖനത്തിനകത്തേക്ക് വരാം. പുതിയ നിയമത്തിനകത്തെ വചനഭാഗമാണ് തീത്തോസിന്റെ ലേഖനം. ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനത്തിനകത്ത് അതിന്റെ 3-ാം അധ്യായം 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഹി poured out his spirit generously upon us. ഒന്ന് വായിച്ചേ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും സ്നേഹവും വെളിപ്പെട്ടപ്പോൾ അവൻ നമ്മെ അപ്പൊ എങ്ങനെയാ? ദൈവത്തിന്റെ ദയയും സ്നേഹവും വെളിപ്പെട്ടപ്പോൾ അവൻ നമ്മെ രക്ഷിച്ചത് നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല. നമ്മൾ ചെയ്ത സൽഗുണങ്ങളാലല്ല നമ്മളെ ആരെയും രക്ഷിച്ചത്. ഞാൻ 10 പേർക്ക് ആഹാരം മേടിച്ചു കൊടുത്തത് കൊണ്ടോ, ഒരാൾക്ക് വീട് പണിതത് കൊടുത്തത് കൊണ്ടോ, ഞാൻ നല്ല നല്ല സംസാരങ്ങൾ സംസാരിച്ചത് കൊണ്ടോ, നോ, അതും കൊണ്ടൊന്നും അല്ല എന്നെ വിടുവിച്ചത്. പക്ഷെയോ നമ്മെ തന്റെ കരുണയാൽ പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടും ജനനത്തിന്റെയും നവീകരണത്തിന്റെയും കഴുകലിനാലാണ്. ആമേൻ. നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവിലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് ഇങ്ങനെ പറയുന്നു, he generously poured out the spirit upon us. Hallelujah. He generously poured out എന്ന് വെച്ചാൽ പിശുക്കനായിട്ടല്ല പരിശുദ്ധാത്മാവിനെ നമ്മളുടെ മേൽ തന്നിരിക്കുന്നത്, പക്ഷെ ധാരാളമായി നമ്മളുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. കണ്ടോ? നമ്മളുടെ നീതി പ്രവർത്തികളാലല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ഇന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, ഉയ്യോ ഞാനൊരു അശുദ്ധമായ വ്യക്തിയാ, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവില്ല, എങ്ങനെ ഇരിക്കും? പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പുറത്തു വരാനായിട്ട് നമ്മൾ അനുവദിക്കുന്നില്ല. പാവവും മോശക്കാരെയും വേണ്ടാത്ത വർത്തമാനവും ഒക്കെ പറയുന്നത് കൊണ്ട്. പക്ഷെ ആരാശ്രയിക്കുന്നോ? പരിശുദ്ധാത്മാവെ എനിക്ക് ബലമില്ല, ഒറ്റയ്ക്ക് ഈ നല്ലതാകാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ സ്വഭാവം മാറ്റാൻ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സഹായിക്കും തീർച്ചയായിട്ടും. തിരുവചനം പറയുന്നു, നമ്മളുടെ അകത്ത് പിശുക്കത്തരമായിട്ടല്ല പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്ന 6-ാം വാക്യം, he generously poured out the spirit upon us. അളവില്ലാതെ ഹല്ലേലൂയ നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് അവന്റെ നീതിയാൽ നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ, ഞാൻ നല്ല പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് എൻ്റെ മക്കള് നല്ലതായിട്ട് ജീവിക്കുന്നത്? എന്നാൽ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. പ്രവൃത്തികളാൽ അല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്, ക്രിസ്തുവിന്റെ നീതിയാൽ അത്രേ നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നീതിയില ഇന്ന് നമ്മൾ നിൽക്കുന്നത്. കടം വാങ്ങിയതാ? ഹല്ലേലൂയ. യേശു കർത്താവിന്റെ നീതിയില നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. നമുക്ക് ആർക്കും പറയാൻ അവകാശമില്ല, ഞാൻ നല്ല വ്യക്തി ആയത് കാരണം കർത്താവ് എന്നെ രക്ഷിച്ചതേ. കണ്ടോ, ഞാൻ
ആത്മാവി വളർന്നിരിക്കുന്ന കണ്ടോ? നിങ്ങളെപ്പോലൊന്നുമല്ല, പറയാൻ അവകാശമില്ല. ദൈവത്തിന്റെ വലിയ കരുണയാ ഇന്ന് നിപ്പുണ്ടെങ്കിൽ. പരിശുദ്ധാത്മാവിനെ നമ്മളുടെ അകത്ത് അളവില്ലാതെ തന്നിട്ട് നമ്മളിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവ് അനേകരിലേക്ക് ഒഴുകുക. ഞാൻ പറയാം, നമ്മൾ യാത്ര ചെയ്യുന്ന രാജ്യങ്ങളിൽ നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒഴുകും. നമ്മൾ പോകുന്ന സ്കൂളുകളില്, ഓഫീസുകളില്, കോളേജുകളില്, സ്ഥാപനങ്ങളില്, വീടുകളില് ഒക്കെ നമ്മളിൽ നിന്ന് ഈ കവിഞ്ഞു തുളുമ്പുന്ന പരിശുദ്ധാത്മാവ് ഒഴുകിക്കൊണ്ടിരിക്കുക. ഇത് അനുഭവിക്കണം, ഇത് തിരിച്ചറിയണം, ഇത് വിശ്വസിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവിന് നിങ്ങളിൽ നിന്നും അത്ഭുതം ചെയ്യാൻ സാധിക്കും. സൈൻസ്, വണ്ടേഴ്സ്, മിറക്കിൾസ്. ഹല്ലേലൂയ. യൂദായുടെ ലേഖനം, സ്തോത്രം, അതിന്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. യൂദായുടെ ലേഖനം, പ്രേ ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കണ്ടോ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ പവറിൽ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചെന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പ്രാർത്ഥിക്കാനാ, പവറില്. അല്ലെ, പ്രേ ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ എങ്ങനെ വേണം നമ്മുടെ പ്രാർത്ഥനകള്? ഈ പവർ ഹൗസ് ആയ പരിശുദ്ധാത്മാവ് എന്റെ അകത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പ്രാർത്ഥിക്കണം. അതാണ് 1 കൊരിന്ത്യരുടെ ലേഖനം 2-ാം അധ്യായത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങള് സാധാരണ വാക്കുകളിലല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നേ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വാക്കുകളിലാണ് ഞങ്ങള് പ്രാർത്ഥിക്കുന്നത്. കണ്ടോ, 1 കൊരിന്ത്യർ 2:13, ഇൻസ്റ്റെഡ് വി സ്പീക്ക് വേർഡ്സ് ഗിവൻ ടു us ബൈ ദ സ്പിരിറ്റ്. കണ്ടോ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വാക്കുകളില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ശ്രമം. അപ്പം പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയണം, 1, അളവില്ലാത്ത പരിശുദ്ധാത്മാവ്; 2, ഞാൻ ദൈവത്തിന്റെ മന്ദിരം; 3, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു; 4, പരിശുദ്ധാത്മാവ് അളവില്ലാത്തവനാ, എന്നിൽ ഇന്ന് രാവിലെ വന്നിട്ട് ഇരുന്ന് എന്നെ നിത്യതയിലേക്ക് എത്തിക്കാൻ മതിയായവനാ. യൂദായുടെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും, നമ്മളെ നിത്യതയോളം എത്തിക്കാൻ കഴിവുള്ളവനാ. യൂദായുടെ 24 വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വിശുദ്ധമായ സന്നിധിയിൽ നമ്മളെ വിശുദ്ധരായിട്ടും നിഷ്കളങ്കരായിട്ടും കൊണ്ടു നിർത്താൻ ഉത്തരവാദിത്വമുള്ളവനാ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്ത് മുദ്രയായിട്ട് വീണിരിക്കുക. സ്തോത്രം. നമ്മളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത ശക്തിയുണ്ട്. 7, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അളവില്ലാത്ത ശക്തിയിൽ നിന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു ജയകരമായ ജീവിതം ഈ ഭൂമിയിൽ കാഴ്ചവെക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടാതെ ആർക്കും ജയാളിയായിട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കുന്ന ഓരോരുത്തരുടെയും അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് തൊട്ട് ഈ ബോധമില്ലാത്തവർ അല്ലെങ്കിൽ ബോധ്യമില്ലാത്തവര് പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം, എനിക്ക് വചനങ്ങൾ വെളിപ്പെടുത്തി തരണം, എന്റെ പ്രാർത്ഥനകളുടെ രീതികൾ മാറ്റണം, സംസാരിക്കണം പരിശുദ്ധാത്മാവിനോട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തിന്റെ മുഖം കാണാൻ സഹായിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കും.